തൃപ്പൂണിത്തുറയിൽ 15 വയസ്സുകാരൻ ഫ്ളാറ്റിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത സംഭവം. എന്തായാലും അതിൽ അന്വേഷണം ഇപ്പോൾ തുടരുകയാണ് പോലീസ്. സ്കൂളിലെ സീനിയർ വിദ്യാർത്ഥികൾ എന്നുള്ള റാഗിംഗ് കാരണമാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് കുടുംബം സംസ്ഥാന പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ കുട്ടി ക്രൂരമായ ശാരീരിക മാനസിക പീഡനത്തിനിരയായി എന്ന് പറയുന്നു. മിഹിറിന്റെ അമ്മാവൻ മുഹമ്മദ് ഷരീഫ് ഇപ്പോൾ നമുക്കൊപ്പമുണ്ട്. അദ്ദേഹത്തോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. നേരിട്ട് തന്നെ ഒന്ന് പറയാമോ, എന്താണ് മിഹിറിന് സംഭവിച്ചതെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? മിഹിർ ഈ ഇൻസിഡന്റ് ഉണ്ടായത് ജനുവരി 15-നാണ്. ഈ ഇൻസിഡന്റ് ഉണ്ടായി കുറച്ച് ദിവസത്തിന് ശേഷമാണ്, അതായത് ഇവൻ്റെ ഫ്രണ്ട്സ് ത്രൂവും പിന്നെ അതേപോലെ മിഹിറിൻ്റെ പേരിൽ ഒരു ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന് പറഞ്ഞിട്ടൊരു ഫോറം, ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ക്രിയേറ്റ് ആവും ഉണ്ടായി. അത് 2 ഡേയ്സിൽ ഡിലീറ്റ് ആവുകയും ചെയ്തു. പിന്നീടാണ് നമ്മൾ ഈ ഗ്രൂപ്പിൽ ഉണ്ടായ ചാറ്റ് കാണാനും, അതായത് മിഹിറിൻ്റെ ഫ്രണ്ട്സ് നമ്മളോട് അവൻ ഷെയർ ചെയ്ത കുറച്ച് കാര്യങ്ങൾ, അവൻ സ്കൂളിൽ അനുഭവിച്ച കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയുണ്ടായി. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായത് അവന് പിന്നെ സ്കൂളിൽ ഗോത്രൂ ചെയ്യേണ്ടി വന്ന ഈ എന്താ പറയുക, ഭയങ്കര ക്രൂരമായ ഈ റാഗിങ്ങിൻ്റെ സ്റ്റോറീസ് നമ്മൾ അങ്ങനെയാണ് അറിയുന്നത്. അപ്പോൾ നമ്മളതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോൾ നമുക്കതിൻ്റെ ചാറ്റും ആ സ്കൂളിലുള്ള സ്റ്റുഡൻസിൻ്റെ ചാറ്റും അതേപോലെ അവൻ ബെസ്റ്റ് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത്. അപ്പോൾ അതിൽ മെൻഷൻ ചെയ്യുന്നത് പറയാൻ ഭയങ്കര ഇടങ്ങാറുണ്ട്. അതായത് മെൻഷൻ ചെയ്തത് അവനെ ഫോഴ്സ്ഫുള്ളി ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയിട്ട്